തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപാനികൾ വലിച്ചെറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് വീണ 5 വയസ്സുകാരന് പരിക്ക്. കള്ളിക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരിക്കേറ്റത്. കുഞ്ഞിന്റെ അച്ഛനും പരിക്കേറ്റിട്ടുണ്ട്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. സ്വകാര്യ ബാറിൽ, തിരുവനന്തപുരം കാട്ടാക്കടയുള്ള ഒരു സ്വകാര്യ ബാറിൽ വണ്ടിയിലുണ്ടായിരുന്നു, പുറത്ത് കാറിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ബാറിനകത്തുണ്ടായവരും തമ്മിലുള്ള തർക്കത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു മദ്യക്കുപ്പികൾ എറിയുകയും തമ്മിലെറിയുകയും തിരിച്ച് ആ ഒരു വാക്കുതർക്കത്തിന് ശേഷം ഇവർ പുറത്തിറങ്ങുകയും ഇറങ്ങിയ ശേഷം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ എടുത്ത് റോഡിലേക്ക് എറിയുന്ന സമയത്താണ് ഒരു അച്ഛനും മകനും, ആദം ജോൺ എന്ന് പറയുന്ന 5 വയസ്സുകാരനും അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛനായ രജീഷിനും പരിക്കേറ്റത്. കുട്ടിയുടെ നെഞ്ചിലും കൈയിലും കുപ്പിച്ചില്ലുകൾ തറയ്ക്കുകയായിരുന്നു. ആദ്യം കുട്ടിയെ കാട്ടാക്കടയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ നില ഗുരുതരമായതുകൊണ്ടാണ് നെയ്യാറ്റിങ്കര ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത്. കുട്ടി ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുട്ടിയുടെ അച്ഛനും നേരിയ പരിക്കുകൾ ഏറ്റു. എന്നാൽ കുട്ടിയുടെ പരിക്ക് ഇത്തിരി ഗുരുതരമായിരുന്നു വന്ന സമയത്ത്. എന്നാൽ ഇപ്പോൾ കുട്ടി പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെന്തിനാണ് ബാറിനകത്ത് തർക്കമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ കാട്ടാക്കട എസ് ഐ കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ പിന്നിലുള്ള അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കമുണ്ടാകാനുള്ള കാരണമെന്നും ഈ ഒരു വാക്ക് തർക്കത്തിലേക്ക് പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ആരാണ്, എന്തിനാണ് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത്, കാരണമെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ കാട്ടാക്കട SI പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾക്കായി. കുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ നില ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.